കഥ ആലോചിക്കുമ്പോഴും ഒരു സിനിമ ചെയ്യുമ്പോഴും അത് വിജയിക്കും, ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ള ഒരു 100% പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാ സിനിമകളെയും സമീപിക്കുന്നത്. അപ്പോൾ കല്യാണരാമനും നമ്മൾ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ചെയ്തതാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും വലിയ വിജയം കിട്ടി. ചാനലിൽ ഇപ്പോഴും ആ സിനിമ സജീവമാണ്. അതുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോഴും ചർച്ചാ വിഷയമാകുന്നതും ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ ഉണ്ടാകുന്നത്. കല്യാണരാമൻ ഇപ്പോഴും ആൾക്കാർ ചർച്ച ചെയ്യുന്നതും ഏത് ലൊക്കേഷൻ ചെന്നാലും കല്യാണരാമനിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാതെ കേൾക്കാതെ പോയിട്ടില്ല. കാരണം അത് എൻ്റെ സിനിമയിലെ ഡയലോഗാണ്, ഞാൻ എഴുതി വെച്ച ഡയലോഗ് ആണെങ്കിൽ പോലും അതുപോലും അറിയാത്ത ആൾക്കാർ പോലും ചില സന്ദർഭങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് തളരരുത് രാമൻകുട്ടി എന്നൊക്കെ പറയുന്നതും, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ എന്ന് പറയുന്നതും, അല്പം ചോറിട്ടെ വേണ്ട എന്നൊക്കെ പറയുന്ന ഇത്തരം വാക്കുകൾ ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും അത് നമ്മൾ പല സന്ദർഭങ്ങളിലും പല ആൾക്കാരുടെയും പല വേദികളിലും ഒക്കെ ഇങ്ങനെ പറയുമ്പോഴൊക്കെ നമുക്ക് വളരെ എഴുത്തുകാരൻ എന്ന രീതിയിൽ വളരെ സന്തോഷമാണ്. അത് ഓർമ്മിക്കപ്പെടുന്നു. അതിൽ ട്രോളുകളിൽ വരുന്നതും നമ്മളൊരു സൃഷ്ടി ഇന്നും ഏതെങ്കിലും രീതിയിൽ ആൾക്കാർ അവരുടെ മനസ്സിലേക്ക് അത് കയറിയിട്ടുണ്ടല്ലോ, അവരത് ആസ്വദിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ വളരെയധികം സന്തോഷവും അതിന് എല്ലാവരോടും ഇത് സ്വീകരിച്ച പ്രേക്ഷകരോടൊക്കെ നന്ദിയുമുണ്ട്.